ഈ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവനാണവൻ. എന്നിട്ടും അവനെ പറ്റി എന്തിനിപ്പോൾ പറയുന്നു? ഞാൻ അവന്റെ മാതാവ് തന്നെയല്ലേ ഗുരുദേവ? ഇരുവരും എന്റെ മക്കൾ തന്നെയല്ലേ? ആദിശേഷനെ പറ്റി മാത്രം സംസാരിച്ച് ശേഷനാഗത്തിനെ മറന്നാൽ ആദി അമ്മ മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ ഗുരുദേവ? ഒരമ്മ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയി ഗുരുദേവ, തോറ്റുപോയി. ഒരമ്മയായിട്ട് നീ തോറ്റില്ല നാഗമാത. നിങ്ങളുടെ മകനായിട്ടും ആദിശേഷന്റെ അനിയനായിട്ടും ശേഷനാഗനാണ് തോറ്റുപോയത്. ഇന്നത്തെ നിങ്ങളുടെ ഈ സ്ഥിതിക്ക്, നാഗലോകത്തിന്റെ ഈ സ്ഥിതിക്ക് അവനും കൂടി ഒരു കാരണക്കാരനല്ലേ? ആ നാഗമാണിക്യം ഈ ലോകത്ത് നിന്ന് നഷ്ടമാവട്ടെ. ഈ ലോകത്തിന്റെ സമാധാനവും നശിച്ചു പോട്ടെ. ഈ നാഗലോകത്തിന്റെ നീതി നിയമങ്ങൾക്കെതിരെ നടന്നതെല്ലാം അവന്റെ തെറ്റായിരുന്നില്ലേ? മകന്റെ ഓർമ്മകൾ വരുമ്പോൾ മാതൃഹൃദയത്തിന് വേദനയുണ്ടാവുന്നത് സഹജം. എന്നാൽ ആദിശേഷന്റെ അനിയൻ ശേഷനാഗൻ സ്വന്തം മകൻ എന്ന കാരണത്താൽ അവന്റെ പ്രവൃത്തികൾ ന്യായീകരിക്കാനാവില്ല നാഗമാത. അവൻ ചെയ്തതെല്ലാം ശരിയായിരുന്നു. ശരിയായിരുന്ന സമയത്ത് തന്നെയാണ് അവൻ പ്രേതലോകത്തേക്ക് യുദ്ധം നടത്താനായി ഒറ്റയ്ക്ക് പുറപ്പെട്ടത്. അവൻ വീരാധിവീരനാണ്, മഹാപരാക്രമിയാണ്. ഒരു ലോകം തന്നെ അവന്റെ എതിരെ വന്നു നിന്നാലും പട നയിക്കാനാവുന്ന ശക്തിശാലി. ഈ നാഗലോകത്തിന്റെ തന്നെ യുവരാജാവാകേണ്ടിയിരുന്ന ശേഷനാഗൻ ആരാണു നീ? മോഹിനി, ഈ പ്രേതലോകത്തിന്റെ രാജകുമാരി. ഇത് പ്രേതലോകമാണ്. ഇവിടെ വരാൻ മറ്റു ലോകത്തുള്ളവർക്ക് ഭയമാണ്. എന്നാൽ നീയോ? നീ ഒറ്റയ്ക്ക് നിന്ന് ഈ ലോകം തന്നെ നേടിയെടുത്തു. നിന്റെ ഈ ധൈര്യത്തിനും ശൗര്യത്തിനും മുമ്പിൽ ഞാൻ തല കുനിച്ചിരിക്കുന്നു ശേഷനാഗ. നിന്നെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ശേഷനാഗ. ഇന്ന് നിന്നെ നേരിൽ കാണാനുള്ള അവസരവും കിട്ടി. എന്തിനാണ് നീ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ കണ്ണുകളിൽ എനിക്ക് പ്രേമം കാണാൻ കഴിയുന്നുണ്ട്. നിന്റെ കണ്ണുകളിൽ എന്നെ മാത്രമാണ് കാണുന്നത്. എന്റെ കണ്ണുകളിൽ മാത്രമല്ല, നിന്നെ കണ്ട നിമിഷം മുതൽ എന്റെ ഹൃദയത്തിനുള്ളിൽ
നീ സ്ഥാനമുറപ്പിച്ചു. ഞാൻ യുദ്ധത്തിൽ വിജയം വരിച്ചു. എന്നാൽ നിന്റെ സൗന്ദര്യത്തിന് മുമ്പിൽ തോറ്റുപോയി. എന്റെ ലോകത്തേക്ക് ഞാൻ വിളിച്ചാൽ നീ വരുമോ, എന്റെ പ്രിയതമയായി? നിന്നെ പോലൊരു വീരനും ശൂരനുമായ ആൾ കൈ പിടിച്ച് തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ആർക്കാണ് വേണ്ടെന്ന് പറയാൻ കഴിയുക? നാഗമാത വരുന്നുണ്ട് ഗുരുക്കളെ. മഹാഗുരുവിന് പ്രണാമം. പ്രണാമം ഗുരുവര്യ. യുദ്ധത്തിനു പോയ ശേഷനാഗത്തിന്റെ ഫലം എന്തായി എന്ന് പറയൂ. ശേഷനാഗൻ വിജയിച്ചിരിക്കുന്നു ഗുരുക്കളെ. സുനേത്ര, ശേഷനാഗന് വരവേൽപ്പ് തയ്യാറാക്കൂ. ഭാവി യുവരാജാവിന് വിജയമാവട്ടെ. വിജയീ ഭവ. സുനേത്ര, ശേഷനാഗന് ആഹാരമണിയിക്കൂ. അതാണ് നിങ്ങൾ ഇരുവരുടെയും കല്യാണം. ഞങ്ങൾ ഗുരുക്കന്മാർ നിശ്ചയിച്ചിരുന്ന കാര്യം. ആരാണിവൾ? ഏത് ലോകത്തുള്ളവളാണിവൾ? ഏത് ഗണം, ഏത് കുലം, ഏത് ജാതി? ജാതി ഏതെന്ന് പറയൂ. ഇവളെ കാണുമ്പോൾ തന്നെ നമ്മുടെ നാഗലോകത്തിന്റെ ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. ആരാണിവൾ? ആരെന്ന് പറയൂ. ഇവളാണ് മോഹിനി. ഇനി മുതൽ ഈ ശേഷനാഗന്റെ പ്രിയപത്നി. ശേഷ, എന്താണ് നിന്റെ വാക്കിന്റെ അർത്ഥം? അമ്മേ, യുദ്ധം ചെയ്യുന്നതിനിടയിൽ
ഇവൾ എന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്കിവളെ ഇഷ്ടമായി. പിന്നെ ഒന്നും നോക്കാതെ കൈപിടിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ മഹാറാണിയായി. ഇനി മുതൽ എന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഇവളും ഉണ്ടാവും അമ്മേ. മോഹിനി, ഇതാണ് എന്റെ അമ്മ നാഗമാത. ഇദ്ദേഹം നമ്മുടെ മഹാഗുരു നാഗനേത്ര. ആശീർവാദം വാങ്ങും മോഹിനി. അവൾ ആരാണെന്നറിയില്ല, ഏതു ലോകത്തുള്ളവളെന്നറിയില്ല, ഏത് ഗണമാണെന്നറിയില്ല, ഏത് ഗുണമുള്ളവളെന്നറിയില്ല, ഒന്നും അറിയില്ല. ആരാണ് നീ? ഇവൾ എന്തിനു വന്നു പറയേ. ഗുരുദേവ, ഇവൾ മോഹിനി, പ്രേതലോകത്തിലെ രാജകുമാരി. ഞാൻ ഇവളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയതാ. കല്യാണം കഴിക്കാൻ തീരുമാനവും എടുത്തിരിക്കുന്നു. പ്രേതലോകം. അവിടെ സ്വർഗവും വേണ്ട, ഇവിടെ നരകവും വേണ്ട. എന്ന് ചത്ത പ്രേതാത്മാക്കളുടെ ലോകം. അവയെല്ലാം കൂടി സൃഷ്ടിച്ച ശൂദ്രലോകമാണത്. ദൈവത്തിനെ എതിർത്ത് വലിയവരാകുവാൻ ചിന്തിക്കുന്ന അസുര മനസ്സുള്ള പിശാചികളുള്ള ലോകമാണത്. ആ ലോകത്തിലെ രാജകുമാരി എന്നത് ദേവതയാണോ? അങ്ങനെ സാധ്യമല്ലല്ലോ. ഇവൾ വെറും പിശാചിനി മാത്രമാണ്. ഒരു സ്ഥിരതയുമില്ലാത്ത പിശാചിനെ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ നിനക്കത്ര ധൈര്യമുണ്ടെന്നോ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. അത് ഘോര പാപമാണ്. ഗുരുദേവ, മാനവരെയും ദാനവരെയും പോലെ പ്രേതാത്മാക്കളും ഈശ്വരന്റെ സൃഷ്ടി തന്നെയല്ലേ? ഭഗവാൻ അനുഗ്രഹിച്ചവർ മാത്രമാണ് ഭഗവാന്റെ സൃഷ്ടി. ഈ നാഗലോകത്തിന്റെ മേൽ ആ ഭഗവാന്റെ ആശീർവാദമുണ്ട്. അതുകൊണ്ട് നമ്മൾ പുണ്യം ചെയ്തവരാണ്. എന്നാൽ ഈ പ്രേതലോകത്തുള്ളവർക്ക് ആ ഭഗവാന്റെ ആശീർവാദമില്ല, ശാപമുണ്ട്. ശാപത്തിനെ വരമാക്കി മാറ്റാനുള്ള ശക്തി പ്രണയത്തിനുണ്ട് ഗുരുദേവ. ആ വരം തന്നെ ശാപമാക്കി മാറ്റുവാനുള്ള ശക്തി പ്രണയമാണ്. നീ ഇപ്പോൾ ചെയ്തതും അത് തന്നെയാണ്. ഇത് നാഗലോകം, മഹാ പുണ്യലോകം. ഈ നാഗലോകത്തുള്ളവരുടെ കൂടെ മാത്രമേ വിവാഹം നടക്കുവാൻ പാടുള്ളൂ. ഈ നാഗലോകത്തിന്റെ നിയമമാണ്. ഇതാണ് നാഗശാസനം. ഇനിയെങ്കിലും മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള മനസ്സ് കാണിക്കൂ ഗുരുദേവ. ശാസനകൾ എപ്പോഴും വഴികാട്ടുന്നതിനായിരിക്കണം, അല്ലാതെ തടസ്സപ്പെടുത്താനാവരുത്. എന്റെ വാക്കുകൾക്ക് എതിർവാക്കോ? വാക്കുകൾ അതിരുകടക്കുന്നു ശേഷനാഗ. സൂക്ഷിച്ചോ. നാഗലോകത്തുള്ളവരെ വിട്ട് മറ്റാരെയും കെട്ടാനോ ആരെങ്കിലും പ്രണയിക്കുവാനോ അതിനെപ്പറ്റി ചിന്തിക്കുവാനോ പാടില്ല. അത് ഘോര അപരാധമാണ്. ശേഷനാഗ, മകനെ, ഈ മോഹിനിയുമായി പ്രണയത്തിലാകുന്നതിന് മുൻപ്
ഈ നാഗലോകത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മ വന്നില്ലേ? ഈ നാഗലോകത്തിലെ നീതി നിയമങ്ങളൊക്കെ നീ മറന്നുപോയോ? പ്രേമത്തിന്റെ മുമ്പിൽ മാത്രം യാതൊരു നീതി നിയമങ്ങളും ഇല്ലമ്മേ. അഹങ്കാരമേറുന്ന വാക്കുകൾ നിർത്തു. ശേഷമാകാ ഇവളെ ഇവിടുന്ന് എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരികെ വരൂ. ഉപേക്ഷിച്ചിട്ട് വന്ന് നീ ചെയ്തു പോയ ഘോര തെറ്റിന് നിനക്ക് പശ്ചാത്താപമുണ്ടായാൽ, പ്രായശ്ചിത്തം ചെയ്താൽ നിനക്ക് ക്ഷമ ലഭിക്കും. ഇല്ലെന്നാണെങ്കിൽ ഘോരാതിഘോര ശിക്ഷ. പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റില്ല ഗുരുദേവ. ഞാൻ ഇവളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു. കൂടെ ജീവിക്കാമെന്ന് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി. ആ വാക്ക് തെറ്റിക്കാൻ എനിക്കാവില്ല. ശേഷനാഗൻ, ഇതാണോ നിന്റെ അവസാനത്തെ വാക്ക്? ഇതെന്റെ അവസാന വാക്കല്ല, ഉറച്ച തീരുമാനമാണ്. മകനെ ശേഷനാഗ, ഇങ്ങനെയുള്ള കഠിനമായ തീരുമാനങ്ങൾ എടുക്കരുത്. നോക്കു മോഹിനി, നിന്റെ മേൽ ഞങ്ങൾക്ക് യാതൊരു ദേഷ്യവുമില്ല. എന്നാൽ നീ എന്റെ മകന്റെ പത്നിയാവുന്നത് ഈ നാഗലോകം സമ്മതിക്കുകയില്ല. നാഗമാതേ, നീ ഈ പിശാചിനിയോട് എന്തിനു സംസാരിക്കുന്നു? ഹേ ശേഷനാഗ, നിന്റെ ജ്യേഷ്ഠൻ ആദിശേഷൻ ഈ ലോകത്തിന്റെ മഹാരാജൻ. നീ ആവട്ടെ യുവരാജാവാകേണ്ടവനാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നു അല്ലേ? നിന്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തിന് ഒരു ദോഷവും വരാതെ നോക്കിയവനാണ്. പറഞ്ഞ വാക്ക് തെറ്റിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പേര് നിലനിർത്താൻ കഴിയുമെന്നാണെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിൽ എനിക്ക് വിശ്വാസമില്ല ഗുരുദേവ. ഇവൾ എന്നെ വിശ്വസിച്ച് കൂടെ വന്നവൾ എന്റെ കൂടെ വന്നു എന്ന കാരണത്താൽ ഇവളുടെ ലോകം ഇവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഇവൾക്ക് അഭയം കൊടുക്കുക എന്നുള്ളത് എന്റെ മാത്രം കടമയല്ല, ഈ നാഗലോകത്തിന്റേത് കൂടിയാണ്. ശേഷനാഗ, ഈ യക്ഷപിശാചിന് നാഗലോകത്ത് അഭയം കൊടുത്താൽ ഈ നാഗലോകം പ്രേതാലയമായി മാറും. ആശ്രയമെന്ന അഭയം കൊടുത്താൽ അത് വലിയ ദുരന്തമായി മാറും. നോക്ക്, മുന്നോട്ടൊരു ദിവസം നീ യുവരാജാവാകേണ്ടവനാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഇത്രയും നേരം നാം മിണ്ടാതെയിരുന്നു. നീ അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ നാം അവനെ ഭസ്മമാക്കിയേനെ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തും രണ്ടു തരത്തിലുള്ള ന്യായങ്ങളാണ് ഗുരുദേവ ഉള്ളത്. എങ്കിൽ പിന്നെ ഇവളും ന്യായമർഹിക്കുന്നു. ശേഷനാഗൻ, നീ മഹാഗുരുവിനോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. എങ്കിൽ പിന്നെ ശരി ഏതാണെന്ന് പറയൂ ഗുരു. നമ്മൾ നാഗങ്ങൾ ദൈവത്തിന് തുല്യം സ്ഥാനമർഹിക്കുന്നവരാണ്. രോഗങ്ങൾക്ക്, സന്താനഭാഗ്യത്തിന്, മോക്ഷത്തിന്, മനുഷ്യർക്ക് അനുഗ്രഹം നൽകുവാനുള്ള ശക്തി ഭഗവാനിൽ നിന്ന് നേടിയവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ വിശ്വസിച്ചു വന്നവരോട് മോശമായി പെരുമാറിയാൽ സാധാരണ മനുഷ്യന്മാരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? നിന്നോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നീ ഇപ്പോൾ തന്നെ തീരുമാനിക്ക്. നിനക്ക് വേണ്ടത് ഈ നാഗലോകമാണോ അതോ ഈ പിശാചാണോ? ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇരുവരുമൊത്തുള്ള ഈ ലോകമാണ്. അസംഭവ്യം! നീ ഈ സ്വഭാവത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നാഗസൈനികർ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. സൂക്ഷിച്ചോ! ഈ ലോകത്തെ തന്നെ കീഴ്പ്പെടുത്താൻ ശക്തിയുള്ള എനിക്ക് ഈ സൈനികരെല്ലാം വെറും തൃണങ്ങൾ മാത്രം. ശേഷനാഗ, ഈ ലോകത്തെ നീ എതിർക്കുമെന്നോ? അതും
ഈ പ്രേതാത്മാവിന് വേണ്ടി? ഇവള് വെറും പ്രേതാത്മാവല്ല, എന്റെ പ്രേമാത്മാവാണ്. ഇവളില്ലാത്ത ഈ ലോകത്ത് ഞാൻ വെറും ശൂന്യമാണ്. വേണ്ട ശേഷ, ഇങ്ങനത്തെ വാക്കുകൾ പറയരുത്. എല്ലാവരുടെയും സമ്മതത്തോടെ ജീവിക്കാം. എടുത്തു ചാടി ഒരു തീരുമാനവും നമുക്ക് എടുക്കണ്ട. ഇവിടെ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ പെറ്റവരെയും ഗുരുക്കന്മാരെയും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ ശേഷനാഗ? ഇനി എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. വിശ്വസിച്ചു വന്നവരെ രക്ഷിക്കുക എന്നതാണ് എനിക്കുള്ള ദൗത്യം. അങ്ങനെയുള്ളപ്പോൾ ഒരു ശക്തിക്ക് പോലും ഞങ്ങളെ തമ്മിൽ അകറ്റാൻ കഴിയുകയില്ല.